നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗൗതമിനെ തട്ടിയെടുക്കാനല്ലേ നീ ശ്രമിക്കുന്നത്? ജാതകമല്ല എന്റെ പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവളെ പോലൊരു അത്യാഗ്രഹിയെ ഗൗതം വിവാഹം കഴിക്കാൻ പാടില്ല. നിധി, എനിക്കൊരു നല്ല ജീവിതം വരുമ്പോ നീ എതിര് നിൽക്കരുത്. ഞാൻ നന്നായിക്കോളാം. ഗൗതമിന്റെ ഭാര്യയായി അടങ്ങി ഒതുങ്ങി ഞാൻ ജീവിച്ചോളാം. നീ ഇതിന് സമ്മതിച്ച നീ തരാനുള്ള 48 ലക്ഷം രൂപ ഞാൻ അങ്ങ് എഴുതി തള്ളിയേക്കാം. നിനക്കും നിന്റെ അമ്മയ്ക്കും ഇവിടെ തന്നെ ജീവിക്കാം. നിഖിലിനെ ഞാൻ പഠിപ്പിച്ചോളാം. എന്തു പറയുന്നു? എന്റെ അമ്മയും അനിയനെ ഞാൻ നോക്കിക്കോളാം. എന്നാലും അമ്മായി മുന്നോട്ട് വെച്ചത് ഒരു നല്ല ഓഫറാ. പക്ഷേ ഇവള് നന്നായിന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അയ്യോ, നന്നായി നിധി. വേണമെങ്കിൽ കല്യാണം കഴിയുന്നതുവരെ ഇവിടുത്തെ എല്ലാ ജോലികളും ഞാൻ ചെയ്തോളാം. നിന്റെ ജോലികളിൽ ഞാൻ സഹായിക്കാന്നേ. അല്ലെങ്കിലും ഇതൊക്കെ അനിയത്തിയുടെ കടമയല്ലേ. ഇവരെ വിശ്വസിക്കരുത് നിധി. കല്യാണം നടന്ന് 3-ാം പക്കം ഇവര് നിന്നെ ചതിക്കും. അച്ഛാ, നീ കൂടുതൽ കെഞ്ചാനൊന്നും നിക്കണ്ട മോളെ. ഇതൊരു ഡീലാ. നിധിക്ക് നമ്മൾ കൊടുക്കുന്ന ഓഫർ. ഒറ്റ മറുപടി പറഞ്ഞാ മതി. ഡീൽ ഓർ നോ ഡീൽ. ഞാൻ ഈ കല്യാണം മുടക്കാതിരിക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ. ഈ വിവാഹം നടക്കുന്നത് നേർവഴിക്കായിരിക്കണം. ജാതകം മാറിപ്പോയെന്ന് ഗൗതമിന്റെ വീട്ടുകാരെ അറിയിക്കണം. എന്നിട്ടും ഗൗതം നിന്നെ സ്വീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ എനിക്കെതിർപ്പില്ല. അല്ലാതെ മാറിയ ജാതകം നിന്റേതാണെന്നും പറഞ്ഞ് ആലോചന മുന്നോട്ട് കൊണ്ടുപോവാൻ ഞാൻ സമ്മതിക്കില്ല. ന്യായമായ കാര്യമാണ് നിധി പറഞ്ഞത്. ആരെയും ചതിക്കാൻ ഞാൻ കൂട്ടുനിൽക്കില്ല. ഗൗതമിന്റെ വീട്ടുകാർക്ക് ശിവാനിയുടെ ജാതകം പരിശോധിക്കണമെങ്കിൽ പരിശോധിക്കട്ടെ. അപ്പോ ഈ കല്യാണം മുടക്കാൻ തന്നെയാ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം അല്ലേ? ജാതകത്തിന്റെ പേരും പറഞ്ഞ് ഇവരെല്ലാം നമ്മുടെ മുൻപിൽ നാടകം കളിക്കുക. ഗൗതമിനെ നിധിയെ കല്യാണം കഴിപ്പിക്കാനാ ഇവരുടെ പ്ലാൻ. ആലോചന വന്നത് നിധിക്കാണ്. അപ്പോ നടക്കേണ്ടത് ഇവളും ഗൗതവുമായിട്ടുള്ള വിവാഹമാണ്. നിധി, എത്രയും പെട്ടെന്ന് ഗൗതമിനെ വിവരങ്ങൾ അറിയിക്കണം. സ്വന്തം മകളുടെ ജീവിതം തകർത്തിട്ട് പെങ്ങളുടെ മോളെ മഹാറാണിയാക്കാനാണോ നിങ്ങളുടെ ഭാവം? ഇതാണ് എന്റെ ഏറ്റവും വലിയ ദുർവിധി. ഇങ്ങനൊരച്ഛൻ ലോകത്തോരെ പെൺകുട്ടിക്ക് ഉണ്ടാവരുത്. മിണ്ടിപ്പോരുത്. ഇനി നിധിയല്ല, ഞാനായി ആലോചന മുടക്കാൻ പോകുന്നത്. നടന്നത് എന്താണെന്ന് ഞാൻ അവരോട് പറയും. നാളെ ആ കുടുംബത്തെ ചതിച്ചതിന്റെ പാപം പേറാൻ ഞാൻ തയ്യാറല്ല. എങ്കിൽ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും, നിങ്ങളുടെയൊക്കെ കൺമുൻപിൽ വെച്ച് തന്നെ. അല്ലെങ്കിലും നീ ഇപ്പോ എനിക്ക് മരിച്ച പോലെ തന്നെ അടി. ഏട്ടാ, ഇങ്ങനൊന്നും പറയരുത്. ഞാൻ മരിച്ചവളല്ലേ. കാണിച്ചു തരാം. ഞാൻ മരിച്ചു കാണിച്ചു തരാം. അച്ഛന് സമാധാനാവട്ടെ. നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട. നമുക്ക് ഗൗതമിന്റെ വീട്ടിലേക്ക് പോകാം. അമ്മാവാ, പക്ഷേ ശിവാനി വെറുതെ വാശിക്ക് മരിച്ച പോലെ എന്നൊക്കെ പറയാനേ പറ്റൂ അമ്മാവാ. അവള് നമ്മുടെ കുട്ടിയാ. അതെ ഏട്ടാ, അവളെ സങ്കടപ്പെടുത്തുന്നത് ശരിയല്ല. കേക്ക്.
അച്ഛൻ ഞാൻ മരിച്ചതുപോലെയാണെങ്കിൽ ഇനി എനിക്ക് ഈ ജീവിതം വേണ്ട. മോളെ വേണ്ട. വേണ്ട മോളെ, അവിവേകം ഒന്ന് കാണിക്കല്ലേ. നിന്റെ അമ്മയാടി പറയുന്നേ. കത്തി താഴെയിട്. ഗുഡ് ബൈ. അയ്യോ, മോളെ. അയ്യോ, മോളെ. അയ്യോ, അമ്മ ഇത് പിടിക്ക്. ശിവാനി കൈ കാണിക്ക. വേണ്ട, കൈ കാണിക്കാൻ. ചാവട്ടെ ഞാൻ. മോളെ വിട്. പറയുന്ന കേക്ക്. കാണിക്കാൻ. വിട്ടിത്തം കാണിക്കരുത്. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. ശിവനെ അടങ്ങി നിൽക്കേ. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ചാവാൻ തീരുമാനിച്ച ഞാൻ ചത്തിരിക്കും. വേണ്ട മോളെ, ഇനി ഇവിടുന്ന് ആരും നിന്റെ കല്യാണം മുടക്കാൻ ശ്രമിക്കില്ല. ഗൗതമിനെ നീ തന്നെ സ്വന്തമാക്കിക്കോ. ആദ്യം ഇവളും അച്ഛനും പറയട്ടെ, എങ്കിലും ഞാൻ അടങ്ങൂ. ശിവാനി മോളെ. പറ, ഗൗതം ആരെ വിവാഹം കഴിക്കാം? ഗൗതമാ വിളിക്കുന്നത്. ഫോൺ എടുത്ത് നീ എന്താ പറയാ? ഒന്നും പറയരുത്, മനസ്സിലായോ? ഗൗതമിനോടോ അയാളുടെ വീട്ടുകാരോടോ ഒന്നും തുറന്നു പറയൂലെന്ന് നീ നിന്റെ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ എന്റെ കഴുത്ത് മുറിക്കും. മോളെ ശിവാനി, അവിവേകം ഒന്നും കാണിക്കരുത്. ഗൗതമിന്റെ ഫോൺ നിധി എടുത്തില്ലല്ലോ. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ ഈ കത്തി മാറ്റണമെങ്കിൽ നിധി ആന്റിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം. ശിവാനി വേണ്ട. സത്യം ചെയ്തുള്ള കളിയൊന്നും വേണ്ട. വേണം. ഇല്ലെങ്കിൽ എന്റെ ജീവിതം ഇപ്പോ ഇവിടെ അവസാനിക്കും. ഇത്രയൊക്കെ കേട്ടിട്ടും നിധി എന്താ ഒരു അക്ഷരം പോലും മിണ്ടാത്തെ? ആദ്യം ശിവാനി കത്തി മാറ്റും. അത് കഴിഞ്ഞ് നമുക്ക് സംസാരിച്ചൊരു തീരുമാനത്തിലെത്താം. ഇനി സംസാരമില്ല, ആക്ഷൻ മാത്രം. ഞാൻ 3 വരെ എണ്ണും. അതിനുള്ളിൽ നിധി സത്യം ചെയ്തിരിക്കണം. 1 2 മോളെ. വേണ്ട. സത്യം ചെയ്യും മോളെ. ഇവിടെ നമുക്ക് വലുത് ശിവാനിയുടെ ജീവന. ഗൗതമിനോടൊന്നും പറയില്ലെന്ന് സത്യം ചെയ്യും മോളെ. നമുക്ക് ആരുടെ ഒന്നും വേണ്ട മോളെ. സത്യം ചെയ്യേ.